ഹലോ, അപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഈ വീട്ടമ്മ എന്ന് വെച്ചാൽ നമുക്ക് നമ്മളിൽ തന്നെ ഒരു അഭിമാനവും മറ്റുള്ളവർക്ക് നമ്മളോടൊരു പുച്ഛമായിരിക്കില്ല. ഒരു പണിയില്ലാത്തവൾ എന്നുള്ള ഒരു അപകർഷാബോധം മറ്റുള്ളവർക്ക് നമ്മളിലുണ്ടോ എന്ന് എനിക്ക് ചില സമയത്തെങ്കിലും തോന്നാറുണ്ട് കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടമ്മ ഇല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഗതി ഒന്ന് ആലോചിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് ഒരു വിലയില്ലെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ നട്ടല്ലല്ലേ വീട്ടമ്മ ഇല്ലെങ്കിൽ ആ വീടിൻ്റെ അടുപ്പ് തന്നെ പുകയൂല. നമ്മളെ വീട്ടിലെ മറ്റുള്ള അംഗങ്ങളുടെ സന്തോഷവും അവരുടെ ആരോഗ്യം എല്ലാം ഒളിഞ്ഞിരിക്കുന്നത് നമ്മളെ വീട്ടമ്മമാരുടെ കയ്യിലാണെന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല അല്ലേ. നമ്മളെപ്പോഴും നമ്മുടെ സന്തോഷത്തെക്കാളും വില കൊടുക്കുക നമ്മളെ മക്കളുടെയും മറ്റുള്ള കുടുംബ അംഗങ്ങളുടെ സന്തോഷത്തിനൊക്കെ അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മളുടെ സന്തോഷങ്ങളൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടി നമ്മളെപ്പോഴും പ്രയത്നിക്കാറുണ്ട്. പക്ഷേ എന്നിരുന്നാൽ കൂടി ചില സമയത്തെങ്കിലും നമുക്ക് എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് കിട്ടണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. വെച്ചാൽ നമുക്കൊന്നും ചെയ്യുന്നില്ല, ആ ചടഞ്ഞുകൂടി ഇരിക്കുന്നു, പുറത്ത് പോകണില്ല, പണിയെടുക്കണില്ല എന്നൊക്കെ മറ്റുള്ളവരിങ്ങനെ ഇടയ്ക്കിങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ഇങ്ങനെ വിഷമം തോന്നാറുണ്ട്. എന്നാലും നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല എല്ലാം ത്യജിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ സമാധാനവും സന്തോഷവും കിട്ടാറുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഈ വർക്കിംഗ് ആയിട്ടുള്ള വീട്ടമ്മമാരെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അവരോടുള്ള പ്രൗഡ് അത് വലിയൊരു പ്രൗഡ് തന്നെയാണ് കേട്ടോ. കുടുംബം മാനേജ് ചെയ്യണം, കുട്ടികളെ മാനേജ് ചെയ്യണം, ഒരേ സമയം അവരുടെ ഡ്യൂട്ടിയുടെ കാര്യത്തിലും അവർ കോൺസെൻട്രേറ്റ് ചെയ്യണം. എല്ലാം കൂടി മാനേജ് ചെയ്ത് ഇങ്ങനെ എപ്പോഴും എന്നെക്കൊണ്ടൊന്നും ഒരിക്കലും പറ്റില്ല കേട്ടോ. ഒരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫ്. നമ്മൾ പകൽ ജോലിക്ക് പോകുന്നു, രാത്രി വീട്ടിൽ വന്ന് വീട്ടിലത്തെ ജോലി ചെയ്യുന്നു, കുട്ടികളുടെ കാര്യങ്ങൾ, കാരണം കുട്ടികളെ പഠിപ്പിക്കില്ല, അങ്ങനെയൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ അങ്ങനെയുണ്ട്. അപ്പോൾ അവരെ നമ്മൾ ശരിക്കും നമിക്കണം കേട്ടോ. അവർക്ക് എത്ര വില മതിച്ചാലും നമ്മളെപ്പോഴും നമ്മളെ വീട്ടമ്മ എന്ന് പറഞ്ഞ് അടങ്ങി ഒതുങ്ങിയിരിക്കുന്നേക്കാളും അവരും വീട്ടമ്മയുമായിരിക്കും അതേസമയം അവർ മറ്റുള്ള പുറത്ത് പോയി ജോലി ചെയ്യുന്നവരായിരിക്കും. പുറത്ത് ജോലി ചെയ്യുന്നെന്ന് കരുതിയിട്ട് അവർക്ക് വീടിൻ്റെ പണിയുടെ കാര്യത്തിൽ ഒരു എക്സ്ക്യൂസും കിട്ടുന്നുണ്ടാവില്ല. നമുക്ക് കുറച്ചെങ്കിലും റെസ്റ്റൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ ഇന്ന് ഞാനേ ഒരു ഫിഷ് ഫ്രൈ റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എത്ര നേരം കാര്യമായിട്ടുള്ള റെസിപ്പിയൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഞാൻ റെസിപ്പി ഇതിൻ്റെ അടിയിൽ എഴുതി വിടാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ആട്ടത്. സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഞാൻ ഫിഷ് ഉണ്ടാക്കണ ഒരു റെസിപ്പി. അതിൻ്റെ ഇടയിൽ ഇത് അവിടെ മീൻകറിയൊക്കെ തിളക്കിനുണ്ട്. അപ്പോൾ ആവോലിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ആവോലി ഉണ്ടല്ലോ, നല്ല നെയ്യുള്ള നല്ല ഫ്ലഷുള്ള ആവോലി ആട്ടാ. ഈ സാൽമണൊക്കെ ഇല്ലേ, ലോക്കൽ സാൽമൺ ഉണ്ട് അതിന് പറയാം. അപ്പോൾ എൻ്റെ ഫിഷ് ഫ്രൈയുടെ റെസിപ്പി അല്ല നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കണ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കുമല്ലോ ഫിഷ് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലല്ല നിങ്ങൾ ഫിഷ് ഫ്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടമാവും എന്തായാലും. അപ്പോൾ ആദ്യം ഞാൻ ഉപ്പ് ഞാൻ എപ്പോഴും സെപ്പറേറ്റ് വരട്ടും. മറ്റേ കായ അരയ്ക്കുന്നതിൻ്റെ കൂടെ ഞാൻ ഉപ്പ് മിക്സ് ചെയ്യില്ല. കാരണം ഉപ്പ് ഡയറക്റ്റ് ഫിഷിൽ വരട്ടുമ്പോഴേ ഫിഷിന് കറക്റ്റ് ഉപ്പ് പിടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചില സമയത്ത് ഉപ്പ് കുറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഡയറക്റ്റ് ഉപ്പ് ഫസ്റ്റ് ഇട്ട് കൊടുക്കട്ടോ. പിന്നെ ഞാൻ കാണിച്ചില്ലേ, ആ വീഡിയോയിൽ കാണിച്ച പോലെ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഒരുമിച്ച് അങ്ങോട്ട് അരയ്ക്കൂട്ടാ. ഒരുമിച്ച് അരച്ചിട്ട് ഇതിലേക്ക് പരട്ടി കൊടുക്കും. ഞാൻ ഡെയിലി മീൻ കായം പരട്ടുമ്പോൾ അങ്ങനെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ചേർക്കുക. അതിൽ ചെറുതായിട്ട് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ചില ടൈമിൽ ഞാൻ പെരിഞ്ജീരകം ആഡ് ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മിക്സിൽ പെരിഞ്ജീരകം വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ചില സമയത്ത് ഞാൻ ഉലുവ ആഡ് ചെയ്യും. ഒരു 1/4 ടീസ്പൂണൊക്കെ കുറച്ച് ചെറിയ അളവിൽ പാടുള്ളൂ കേട്ടോ ഉലുവൊക്കെ, അല്ലെങ്കിൽ കഴിക്കും. ഉലുവ എനിക്ക് കിട്ടിയതേ ജഗ്ഗൂസ് കഫയുടെ ഇതിൽ നിന്ന് കിട്ടിയാണ് കേട്ടോ. പക്ഷേ അതിലൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാറ്റി ഉപയോഗിക്കും. അപ്പോൾ പല ടൈമിലും പലതും ഉപയോഗിക്കുമ്പോഴുണ്ടല്ലോ മീനിൻ്റെ ടേസ്റ്റ് വേറെ ആയിട്ട് വരും. നമുക്ക് ഒരേ രീതിയിൽ തോന്നൂല. അപ്പോൾ അത് ബാക്കിയൊക്കെ ഞാൻ സെയിമാണ് കേട്ടോ. ഈ വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി അതൊക്കെ ഞാൻ സ്ഥിരം ചേർക്കണ സംഭവം തന്നെയാണ്. പിന്നെ ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് ഒന്നിൽ പെരിഞ്ജീരകം ആഡ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉലുവ ആഡ് ചെയ്യും. ചിലപ്പോൾ ക്യൂമിൻ, ചില മീനുകൾക്ക് ഞാൻ നല്ല ജീരകം ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ മാറി ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് എല്ലാ മീനിനും പറ്റിയൊരു കായം പറ്റുന്ന രീതിയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ പറ്റാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കറി കാച്ചണം. ഇവിടെ ഫവൽക്കാക്ക് കറി കാച്ചണതാട്ടോ ഇഷ്ടം. പ്രത്യേകിച്ച് ഇങ്ങനത്തെ നല്ല മീനൊക്കെ കിട്ടുന്ന ടൈമിൽ നമ്മൾ ആ ഒരു പണി സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അതും കൂടി ഉള്ളൂ. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ബീട്രൂട്ട് ഉപ്പേരിയാണ്. അപ്പോൾ ഇന്നത്തെ ഊണെന്ന് പറയുന്നത് മീൻകറി, മീൻ പൊരിച്ചത്, ബീട്രൂട്ട് ഉപ്പേരിയാണ്. പൊതുവേ നമ്മളുടെ ഊണതാണ് കേട്ടോ. ഒരു മീൻകറി ഉണ്ടാവും, മീൻ പൊരിച്ചത് ഉണ്ടാവും, എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാവും. ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ വീക്കെൻഡിലാണ് നമ്മൾ എന്തെങ്കിലും ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക.
അപ്പോൾ ഇന്നത്തെ ഉപ്പേരിക്ക് ബീട്രൂട്ടാണെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ഉപ്പേരി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ബീട്രൂട്ട്, ഉള്ളി, തേങ്ങ, പച്ചമുളക്, ഉപ്പ്, കറിവേപ്പില ഇതൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ ഇതാക്കലാണ് ബീട്രൂട്ട് ഉപ്പേരി. പിന്നെ മീൻകറിയുടെ റെസിപ്പി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻകറി ഇന്നത്തെ മീൻകറി വ്യത്യാസമുണ്ട്, പക്ഷെ എന്നും മീൻകറി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറാവണ്ടല്ലോ എന്ന് കരുതിയിട്ടുണ്ട് അതൊന്ന് വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോൾ എൻ്റെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ 100 കാര്യങ്ങൾ പറഞ്ഞു വരുന്നതുകൊണ്ട് തന്നെ ഞാൻ പരമാവധി ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല. ഫിഷ് ഫ്രൈ നിങ്ങൾ ഒരു വട്ടെങ്കിലും ഇതുപോലെ ചെയ്തിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മീൻ വറക്കാനായിട്ട് ഇടാണ്. ഈ ഒരു മീൻ ഒരു പ്രത്യേക തരം മീനാട്ടോ, നമ്മൾ സാധാരണ ആവോലി പോലെയല്ല. ഇതിനിപ്പോൾ ലോക്കൽ സാൽമൺ എന്ന് പറയാൻ കാരണം തന്നെ സാൽമണിൻ്റെ ഒരു ഏകദേശം ഒരു ടേസ്റ്റൊക്കെ ഇതിനുണ്ട് കേട്ടോ. കാരണം നല്ല നെയ്യാണ്, അതുകൊണ്ട് തന്നെ നമ്മളിത് ഒരുപാട് ഇട്ട് കരിയിച്ച് കളയരുത് കേട്ടോ. ഫിഷ് ഇങ്ങനെ നമ്മളെ മലയാളികൾക്ക് ഒരുപാട് മൊരിക്കിനൊരു സ്വഭാവമുണ്ട് മീൻ. പക്ഷെ നമ്മൾ നല്ല നല്ല മീൻ ഇങ്ങനത്തെ ഫ്ലഷുള്ള മീനുകളൊക്കെ ഉണ്ടല്ലോ, ചാള, അയിലൊക്കെ ഓക്കെ, ഇങ്ങനെ ഫ്ലഷുള്ള ടൈപ്പ് മീനൊന്നും നമ്മൾ ഒരുപാട് വറുത്ത് മൊരിക്കരുത് കേട്ടോ. അതിൻ്റെ നെയ്യ് പശിമുണ്ടല്ലോ അത് നഷ്ടപ്പെടും. ഇതിൻ്റെ തോലില്ലേ, തോൽ ഭാഗമൊക്കെ നല്ല നെയ്യായിരിക്കും. അത് ഒരുപാട് നമ്മളിട്ട് മൊരിച്ച് കഴിഞ്ഞാൽ അതൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. പിന്നെ ഒരു പലിഞ്ഞീനും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പലിഞ്ഞീൻ്റെ കാര്യം പറയുമ്പോൾ പലിഞ്ഞീൻ എന്തെന്നെ പറഞ്ഞാലും ചാളയുടെ പലിഞ്ഞീൻ കഴിഞ്ഞിട്ടുള്ളൂല്ലോ വേറെ ഏതൊരു പലിഞ്ഞീനും. ഈ ആവോലിയുടെ പലിഞ്ഞീനൊക്കെ ഭയങ്കര ഹാർഡാട്ടാ, ഫ്രൈ ചെയ്താലും വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. എന്നാലും പിന്നെ എനിക്ക് പിന്നെ പലിഞ്ഞീനുണ്ടല്ലോ കായം പരട്ടി വറക്കണതിനോട് വലിയ താല്പര്യമില്ല, ഉപ്പ് മാത്രം ഇട്ട് വറക്കില്ല, അതിനോടാട്ടോ ഇഷ്ടം. കണ്ടാ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് നമ്മളെ മീൻ എടുക്കാട്ടോ. ഞാൻ അതാ പറഞ്ഞത്, ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യരുത്, അതിൻ്റെ നെയ്യ് പശിർമൊക്കെ അങ്ങോട്ട് പോവും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ എന്നുവെച്ചാൽ വേവേം വേണം കേട്ടോ, ചെറിയ തീയിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ ഇതാ മീൻകറി കാച്ചിലാണ്. മീൻകറി ഞാൻ പറഞ്ഞല്ലോ, മീൻകറി ഇവിടെ ഫവൽക്കാർക്ക് നിർബന്ധമാണ് കാച്ചുന്നത്. എനിക്ക് കാച്ചുന്ന മീൻകറിനോട് വലിയ അങ്ങോട്ട് താല്പര്യമില്ല. ചില മീൻ കാച്ചണതാണ് ഇഷ്ടം, ചിലത് എനിക്ക് കാച്ചാത്തതാണ് ഇഷ്ടം. പിന്നെ എനിക്ക് മീൻകറി അങ്ങനെ ഒരുപാട് നിർബന്ധമുള്ള ആളല്ല കേട്ടോ. തലേദിവസത്തെ മീൻകറിയൊക്കെ കൂട്ടി ചോറിന് തന്നെ ഇഷ്ടമാണ്, അല്ലാണ്ട് മീൻകറി നിർബന്ധമല്ല. മീൻ പൊരിച്ചത് കൂട്ടിയിട്ടൊക്കെ ആയാലും ഞാൻ ചോറിന് കേട്ടോ. അപ്പോൾ നമ്മളെ പണിയൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തത് ക്ലീനിങ് ആണ്. ക്ലീനിങ് നമ്മൾ എന്തായാലും കിച്ചണൊക്കെ എത്ര ഇതായാലും പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാടുണ്ടാവും കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ആദ്യം നമ്മളെ കുക്കിങ് കഴിയുമ്പോൾ ഒരു ക്ലീനിങ് നടത്തും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിയുമല്ലോ, അപ്പോൾ വീണ്ടും നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നും കൂടിയും അല്ലാതെ എടുത്തിട്ട് ഒന്നും കൂടിയും തുടക്കിട്ടാ. എൻ്റെ മിക്സിയിലെ ചെറിയ ജാറ് ഭയങ്കര ലീക്കാട്ടോ. എന്തെങ്കിലും ഉണ്ടാക്കി വരുമ്പോൾ അവിടെ മൊത്തമാവും, മിക്സിമേലാവും. അപ്പോൾ അപ്പോൾ തന്നെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ വൈറ്റ് കളറാകുമ്പോൾ ആ പാട് പിടിക്കണ വെച്ചിട്ട് അതും ഞാൻ ഡെയിലി തുടക്കിട്ടോ. അപ്പം എൻ്റെ മുൻപത്തെ വീഡിയോയിലൊക്കെ ഞാൻ ഇഷ്ടംപോലെ പറഞ്ഞിട്ടുണ്ട് ലീക്കുള്ള കാര്യം. എൻ്റെ ക്ലീനിങ് വീഡിയോ ഒരുപാട് പേര് കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കുറേ പേര് എനിക്ക് ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വീഡിയോക്കെങ്കിലും റീച്ച് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്നും കൂടി നമ്മളെ വീഡിയോക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് സജഷൻസ് പറയണമെങ്കിൽ അതുപോലെ വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കുക. രാവിലെ മുതൽ ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് നമുക്ക് ഇനിയും വീഡിയോ ചെയ്യാനായിട്ട് വലിയൊരു പ്രചോദനമാണ്. അതുപോലെ ഒരു ലൈക്കൊക്കെ തരാം. ഞാൻ കുറേ നാളായി ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ട് ഇതുവരെ അങ്ങനെ ഇതാവാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാനും ഒരു സാധാരണ ഒരു വീട്ടമ്മയാണ്. ഇതൊക്കെയാണ് എനിക്കുള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ പുറത്ത് പോയി ജോലി ചെയ്യാനുള്ള ഇതൊന്നും എനിക്കില്ല. അപ്പോൾ വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഇത്ര വീഡിയോ ആരെങ്കിലും കണ്ടോന്നും അറിയില്ല, അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ജഗൂസ് കഫ പറഞ്ഞ പോലെ ലാവി പറക്കണ ചൂട് ചോറ്, മീൻകറി, മീൻ പൊരിച്ചത്, പിന്നെ നമ്മളെ പലിഞ്ഞീനുണ്ട്, ചമ്മന്തിയും കൂടി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ് കേട്ടോ. അപ്പോൾ പറ്റിയില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ താങ്ക് യു.